എന്തായാലും നീ വിഷമിക്കണ്ട, ഞാനൊന്നും പറയുന്നില്ല. അല്ല, എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ബാക്കി കൂടി പറയണം. അല്ല സുധേ, നീ കേൾക്കണ്ട. എനിക്കറിയണം. ശരി, പറയാം. ആ കുട്ടി ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് ഫോൺ ചെയ്യുകയും കൊഞ്ചിക്കുഴിയൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കിരൺ എന്ന ആളോട് ഈ കൊഞ്ചലും കുഴിയിലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയാണ് അറിഞ്ഞത് ഈ കിരൺ എന്ന് പറയുന്നത് അവളുടെ MD തന്നെയാണ്. അപർണ ഇപ്പോ ഓഫീസിൽ നിന്ന് വരുന്നതും ഓഫീസിലേക്ക് പോകുന്നതും പാലും ഒന്നിച്ചല്ല. നീയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ മനഃപൂർവ്വം അവളെ പിന്തുടർന്നു. എന്നിട്ട് എന്തോ എനിക്കിതൊന്നും അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ പറയാം, കൃത്യമായി കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പറയാം. എന്തായാലും അവളുടെ ഫോൺ പരിശോധിച്ചേ മതിയാവും. പല തെളിവുകളും ആ ഫോണിൽ നിന്ന് കിട്ടും. പലതും അവൾ ഡിലീറ്റ് ചെയ്തു. വിഘ്നേശ്വര, നീ പിന്നെയും എന്നെ പരീക്ഷിക്കുകയാണോ? എവിടെയാ സത്യം? എന്റെ മനസ്സ് അദ്ദേഹത്തെ ഒന്ന് വിശ്വസിച്ചു വരികയായിരുന്നു. എവിടെയോ ഒരടുപ്പം വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ മാധവനിക്ക് പറഞ്ഞത് കേൾക്കുമ്പോ പേടിയാവുക. നീ കൈവിട്ടാ പിന്നെ ഞാനില്ല. ലോകത്ത് ആശ്രയം എന്നൊരു സങ്കല്പം നിന്നില്ല. അതും കൂടി ഇല്ലാണ്ടായ പിന്നെ ജീവനൊടുക്കുക മാത്രമേ മാർഗമുള്ളൂ. മാധുമ്മ പറഞ്ഞതൊക്കെ മാധുമ്മയുടെ തോന്നലുകളാണെന്നേ വിശ്വസിക്കുള്ളൂ ഞാൻ. അതങ്ങനെ തന്നെ ആയിരിക്കണേ ഭഗവാനെ. ഒക്കെ മാധുമ്മയുടെ തോന്നലുകളായിരിക്കണേ. അദ്ദേഹം അവരുടെ മോളെ കുറിച്ച് പറഞ്ഞതും തെറ്റായിരിക്കണേ ഭഗവാനെ. എല്ലാം നല്ല പടിയെ നടത്തണേ. പ്ലാൻ ചെയ്തതല്ല വളരെ കൃത്യതയോടെയാണ് ഇതുവരെ നടന്നത്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഞാനും അവളും കൂടി മൂന്നാറിൽ പോകും. അവിടെ നിന്ന് അവൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അവൾ അപ്രത്യക്ഷമാവെന്ന് എന്നുവെച്ചാ കൊല്ലുമെന്നല്ല, അങ്ങനെ പേടിക്കണ്ട. വീട്ടിൽ നിന്നൊക്കെ അവൾ കാണാതാകും. പിന്നെ ഞാൻ തീരുമാനിച്ചാലേ അവൾക്ക് അനങ്ങാൻ പറ്റും. ഈ മാസത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും, അല്ലേ ആദർശ്? അതെ. പരിസ്ഥിതി ക്യാമ്പിന്റെ പേരും പറഞ്ഞ ഞാൻ അവളെ ഇവിടുന്ന് കടത്താൻ പോകുന്നത്. ഇടയ്ക്ക് കർണാടകയിൽ പോണമെന്നൊക്കെ ഒരു നാടകം നടത്തി. അതോടെ അവൾക്ക് എന്നെ പൂർണ്ണ വിശ്വാസമായി. പരിസ്ഥിതി ക്യാമ്പ് മൂന്നാറില. അതിനുവേണ്ടി ഇന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്നാറിലെത്തും. അവിടെ എന്റെ ടീം കാത്തു നിൽക്കുന്നുണ്ടാവും.
മൂന്നാറിലെത്തിയ കരാറ് പ്രകാരമുള്ള മുഴുവൻ കാശും തരണം. അതൊന്നും പേടിക്കണ്ട, പറഞ്ഞതിലും കൂടുതൽ തരും. അതെ, ആ മീനാക്ഷിയെ മുന്നിൽ നിർത്തി ആ കുടുംബത്തെ തൊലച്ച് കയ്യിൽ തരണം. പറഞ്ഞതിലും ഇരട്ടിപ്പണം ഞാൻ തരും. എന്നാ കാശൊക്കെ റെഡിയാക്കി വെച്ചു സാറേ. 3 തീയതി ഞാൻ ഉടനെ അറിയിക്കും. പ്രമോദേ, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങള് ഇത് ലക്ഷ്യത്തിലെത്താൻ പോവാണ്. മാക്സിമം ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച. അതിനിടയില് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കും. എന്നുവെച്ചാ അപർണയും ബാലുവും പിരിയും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ബാലുവിന്റെ മനസ്സില് സംശയരോഗം എന്ന രോഗത്തെ ഞാൻ കൃത്യമായി വളർത്തിയെടുത്തു. ഇനി ഊണിലും ഉറക്കത്തിലും ബാലു അപർണയെ സംശയിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിവിടെ അപർണയുടെ മൊബൈല് പൂർണ്ണമായിട്ട് അവന് പരിശോധിക്കാൻ പറ്റിയില്ല. താൻ നോക്കിക്കോ, ഇന്ന് വീട്ടിലും അവൻ അപർണയുടെ ഫോൺ പരിശോധിക്കും. ഈ സംശയരോഗം എന്ന് വെച്ചാ ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗമല്ലേ പ്രമോദേ? പിന്നെ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. സംശയരോഗത്തിന് പക്ഷേ ചികിത്സയില്ല പ്രമോദേ, അത് കൊണ്ടേ പോവൂ. നിങ്ങൾക്ക് എന്താ മക്കളെ പറ്റിയത്? കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക അകത്തെ പുകച്ചില്. എന്താ മോനെ ഇത്? എന്താ മോളെ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങളെ പിണക്കെല്ലാം മനസ്സിൽ നിങ്ങൾ കളഞ്ഞേ. ആ കൈ ഇങ്ങനെ താടാ നിന്റെ കൈ. എന്തൊരു ബലം പിടിക്കുന്നേ. എടാ, എന്താ ഇത്? ബാലു, എന്റെ നോടാ ഇത്? ബാലു, അവിടെ നിക്കടാ. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഏട്ടാ പ്രശ്നം? ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് കരുതിയതാ, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. മോളെ, ഒരു കുടുംബമാകുമ്പോ ഭാര്യയും ഭർത്താവും ആകുമ്പോ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കുട്ടികളാകുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല. ബാലു അപർണയും തമ്മിൽ തർക്കം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഈ വീട്ടില് എന്തൊക്കെയോ വലിയ പ്രയാസങ്ങള് ഇനിയും വരാൻ പോകുന്ന പോലെ ഒരു തോന്നല്. സുധേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഇവിടെ ഒരു പ്രയാസം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട് ഒറ്റ മനസ്സോടെ, നമ്മൾ ഒറ്റ കെട്ടോടെ വേണം മുന്നോട്ട് പോകാൻ. അപർണയുടെ സുഖവും സന്തോഷമായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. മോനെ, ഇപ്പോഴത്തെ തർക്കം എന്തായിരുന്നു? ഒന്നുമില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ പറയട്ടാ, അച്ഛനത് സോൾവ് ചെയ്ത് തരും. അതേട്ടാ, സാഗരേട്ടന്റെ കല്യാണം വരെ സെറ്റാക്കിയ ആളാ അച്ഛൻ. പറയാൻ ബുദ്ധിമുട്ടാണേ വേണ്ട മോനെ. പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോണിലെ പാസ്വേഡ് മാറ്റുന്നതിനെ കുറിച്ച് ഒരു തർക്കം. അപ്പോ ഫോൺ പാസ്വേഡ് മാറ്റി. ഏട്ടാ, ഫോൺ സെക്യൂരിറ്റിക്ക് വേണ്ടി പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നായിക്കൂടെ? മീനാക്ഷി പറഞ്ഞത് കറക്റ്റാണ്, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. പക്ഷേ ഭർത്താവും ഭാര്യയും പരസ്പരം അറിയിക്കാതെ ഇതൊക്കെ ചെയ്യുമ്പോഴേ തകരാറുള്ളൂ. എന്നോട് പറയാത്തതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ആരോരോട് പറയാതെയാണോ പാസ്വേഡ് മാറ്റിയത്? അല്ല, അതെന്തിനാ മോൾ അങ്ങനെ ചെയ്തത്? ആ, അതാ ഞാനും ചോദിച്ചത്.
അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മോനെ. ആ, സുധാമണി പറയുന്നത് നേരാ. പക്ഷെ സുധേ, ഇക്കാലത്ത് ഒട്ടുമുക്കാൽ കുടുംബത്തിലും ബന്ധങ്ങൾക്കിടയിൽ വില്ലനാകുന്നത് മൊബൈലാ. ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുന്നത്, തമ്മിൽ തല്ലിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത് ഒക്കെ ഈ മൊബൈലാ. ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവ് കാമുകിയോടൊപ്പം ഓടുന്നതും ഭർത്താവിനെ കളഞ്ഞ് ഭാര്യ കാമുകനോടൊപ്പം കടന്നു കളയുന്നതും ഒക്കെ ഈ മൊബൈൽ ഫോൺ കാരണമാണ്. ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. ഭാര്യയുടെ ഫോൺ ഭർത്താവിനും ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്കും കൈകാര്യം ചെയ്യാൻ പറ്റണം. പാസ്വേഡ് ഒക്കെ രണ്ടുപേർക്കും അറിയാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറ. അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ അപ്പുമോളത് അത് ഓർമ്മിക്കാണ്ട് ചെയ്തു പോയതായിരിക്കും. അതെ, അപ്പോന് ഒരിക്കലും സംശയിക്കാൻ പാടില്ല. പക്ഷേ ഏതു മനുഷ്യരിലും ഒരു ചാഞ്ചാട്ടം വരാൻ ഒരു നിമിഷം മതി. മോളിവിടെ വന്ന് നിൽക്കാണോ? ഞാൻ അകത്തെല്ലാം നോക്കി. മോള് വാ, ഭക്ഷണം കഴിക്കാം. ഞാൻ വിളിക്കാം. അയ്യോ, കട്ട് ചെയ്തു. എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, അകത്ത് ചെറിയ ചൂട്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല കാറ്റ് കിട്ടും, ഇത്തിരി ആശ്വാസം തോന്നും. ഒന്നുമല്ല, എന്തോ ഒരു പ്രയാസം. അതല്ലേ ഇങ്ങോട്ട് വന്നത്. മോളെ, അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? എന്താ മോളെ? ഈ വിവാഹം നടത്തണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലേ? സത്യം പറയണം. നോക്കിപ്പ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചത് അമ്മേനോട് തിരിച്ചു ചോദിക്കാ? മോൾ എന്തുദ്ദേശിച്ചാ ഇത് ചോദിച്ചത്? നല്ല അടി കിട്ടേണ്ട ചോദ്യ. ഈ പൊന്നു മോളെ എനിക്ക് തന്നെ തന്നതിന് ഞാൻ ദൈവങ്ങളോട് നന്ദി പറയാത്ത ദിവസങ്ങളില്ല. സത്യം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മോക്ക് തോന്നുന്നുണ്ടാ? അപ്പു ഇങ്ങോട്ട് വിളിച്ചതിനെ ആ രീതിയിലൊന്നും വ്യാഖ്യാനിക്കണ്ട. മകൾ അമ്മയെ വിളിച്ചു, അത്രേ ഉള്ളൂ. അതിനെ പുകച്ചിലായിട്ട് തീയായിട്ടൊന്നും കാണണ്ട. കാണും. ആളിപ്പടരാൻ പോകുന്നൊരു തീയുടെ തുടക്കമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണും. അപ്പു ഒറ്റയ്ക്ക് മാറിയിരുന്നാ വിളിച്ചിട്ടുള്ളത്. അവളവിടെ ഭക്ഷണവും കഴിച്ചിട്ടില്ല. ആ സുധാമണി അപ്പുവിനോട് സംസാരിക്കുന്നത് ഞാനും അമ്മയും ഫോണിൽ കേട്ടതാ. പാവം നമ്മുടെ മോള് അവിടെ പെട്ടുപോയിന്ന് നേരത്തെ തന്നെ അപ്പുവിന് മനസ്സിലായതാ. പക്ഷേ അപ്പുവായിട്ട് കണ്ടുപിടിച്ച ബന്ധമായതുകൊണ്ട് സന്തോഷം അഭിനയിച്ചു നിന്നു. അവിടുത്തെ കുറവുകളെ ഓരോന്ന് പറഞ്ഞ് അവള് ന്യായീകരിച്ചു. പക്ഷേ ഇപ്പൊ നിവൃത്തിയില്ലാതായേക്കുക. അതെ, ഞാൻ 101% ഉറപ്പിച്ചു പറയാം. ബാലുമായിട്ടുള്ള ബന്ധം അപ്പുവിന് മടുത്തു കഴിഞ്ഞു. അപ്പു തിരിച്ചു വരും. യാമിനി പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നു. നമ്മൾ ഒറ്റ മനസ്സോടെ നിന്നാൽ 1 മാസത്തിനുള്ളിൽ അപ്പു ഈ വീട്ടിൽ തിരിച്ചു വരും. നിന്നെ പോലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയില്ലേ? അതിലും വലിയൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല.
അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരികയാണോ? ഇല്ല, വാശി എങ്കിൽ വാശി. താഴാവുന്നതിന്റെ അങ്ങേയറ്റം താണു. അഭിമാനം തീരെ അങ്ങ് അടിയറ വെക്കാൻ വയ്യ. ഞാൻ താഴെ കിടക്കാം, ബാലു കട്ടിൽ കിടക്കട്ടെ. ബാലു കട്ടിൽ കിടന്നോ, ഞാൻ താഴെ കിടക്കാം. എന്നോട് സംസാരിച്ചു പോലും. അമ്മേ, ദേ അച്ഛൻ. അച്ഛാ, അച്ഛനോ? അപ്പൊ ഈ സ്ത്രീ ഇയാളുടെ ഭാര്യയാണോ? അത് മകളും? ഇന്ന് നമ്മുടെ വിവാഹ വാർഷിക ദിവസം കൂടിയാ. എന്തായാലും ഇന്ന് ഏട്ടനെ ഇവിടെ വന്ന് കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്റെ ലക്ഷ്യം ഉടൻ പൂർത്തിയാകും. അതോടെ ഞാൻ ഇവിടുന്ന് കിടക്കും. എന്നാണ് ചായ? ബാലു, ചായ ഇതാ.
വേണോ? എന്താ മീനാക്ഷി? ഏയ് ഒന്നുമില്ലേട്ടാ. എന്താ ബാലു? അല്ല, രണ്ടുപേരും കൂടെ കൈയും കാലും ഒക്കെ എടുത്തിട്ട് കഥകളി നടത്തുന്നു. എന്താ കാര്യം പറയടാ. അല്ലമ്മേ, ഒരു കാര്യം. അത് എന്ത് കാര്യം? ഏട്ടാ ബഹളം ഒന്നും ഉണ്ടാക്കരുത്. കാര്യം എന്താന്ന് പറ. ഇന്നലെ രാത്രി അപർണേച്ചി അപർണ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തു നോക്കിയപ്പോ അപർണേച്ചി വാതിലടച്ച് അകത്തേക്ക് വരുന്നു. സത്യാണോ നിങ്ങൾ പറയുന്നത്? അതെ അമ്മേ. ചോദിച്ചപ്പോ ചൂടായി. കാറ്റുകൊള്ളാൻ പോയെന്നൊക്കെയാ പറഞ്ഞേ. മോക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞ്? ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ ക്ഷമയോടെ കേൾക്കണം. മോള് പറയാൻ പോകുന്ന എന്താണെന്ന് അമ്മയ്ക്ക് ചെറിയ ഊഹങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാ ആ കാര്യങ്ങളാ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോളെ, ഒരമ്മ മോളോടതെങ്ങനെ ചോദിക്കുന്ന അറിയില്ല. അമ്മ ചോദിക്കേ. അല്ല, മോള് വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ശുദ്ധവായ കിട്ടാൻ വേണ്ടിട്ടായിരിക്കില്ലേ? അമ്മ കാര്യം പറയാമേ. സാഗർ പറഞ്ഞു ഇന്നലെ രാത്രി മോള് പുറത്തുനിന്ന് വരുന്ന കണ്ടു. മോള് രാത്രി പുറത്തു പോയിരുന്ന? അതെ അമ്മ, പോയി. എന്താ മോളെ, രാത്രി ആരെയും വിളിക്കാതെ ആരോടും ഒന്നും പറയാതെ വാതില് തുറന്ന് പുറത്തു പോയത്? ഇന്നലെ മുതലേ എനിക്ക് പ്രയാസമാ. അപ്പൊ നമ്മള് രണ്ടുപേരും പറയാൻ വരുന്നത് ഒരേ കാര്യ. എന്താ മോളെ? ഇന്നലെ ഞാനും ബാലുവും തമ്മില് ചെറിയ തർക്കങ്ങളുണ്ടായി. രാത്രി എനിക്ക് ഉറക്കം വന്നില്ലമ്മേ. ഒന്ന് പുറത്തിരുന്ന് മനസ്സൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് വന്ന് കിടക്കാന്ന് ഓർത്താ പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മളെല്ലാവരെയും പറ്റിക്കായിരുന്നു മോനെ. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളുണ്ട്. അമ്മ, നമ്മൾ അച്ഛനെ കുറിച്ചാണ് ഈ പറയുന്നേ? അതെ. ആരാമ ഈ പച്ചക്കള്ളം പറഞ്ഞത്? ദേ, ആഭരണ മോള് കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്നലെ രാത്രി അപ്പൊ മോള് പുറത്തിറങ്ങിയപ്പോ കണ്ട കാഴ്ച. അയാളുടെ ഭാര്യയും മകളും ആളെ കാണാൻ വന്നു. മക്കളെ, എന്തൊക്കെയോ പദ്ധതികളുമായിട്ടാ ആ ചതിയെന്ന് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. വാ, നമുക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ തന്നെ ആ ദുഷ്ടനെ കോളനി നാട്ടിപ്പായിക്കണം. ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല അമ്മേ. വിശ്വസിച്ചേ പറ്റൂ സാഗർ. ഞാൻ എല്ലാം കണ്ടതാ. ഞാൻ എല്ലാം വീഡിയോ എടുത്തതാ. എന്നിട്ട് ആ വീഡിയോ എവിടെ? അയാൾ എന്നെ കണ്ടു, മൊബൈലിൽ പിടിച്ചു വാങ്ങി ഡിലീറ്റ് ആക്കി, എന്നെ കൊല്ലാൻ നോക്കി. ബാലു, സാഗരെ, നിങ്ങൾ വന്നേ. മോള് മിണ്ടായിരുന്നേ. ഇതങ്ങനെ വിട്ടാ പറ്റൂല. വന്നേ. ഗേറ്റിന് പുറത്ത് ആരോട് സംസാരിച്ചത്? അതിന് ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെങ്ങനെയാ ഗേറ്റ് കിടക്കുന്നത്?
കള്ളം പറയരുത്. നിങ്ങളുടെ ഭാര്യയും മകളും കാണാൻ വന്നില്ലേ? അവരെ കാണാനായിട്ട് ഗേറ്റ് കിടന്ന് ചെന്നില്ലേ? റോഡിനിപ്പുറം നിന്ന് എല്ലാം കണ്ടോന്ന് മനസ്സിലായപ്പോ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? ഓ അങ്ങനെയാണല്ലേ. അങ്ങനെയായാലും ഇങ്ങനെയായാലും ഇന്നലെ എന്ത് സംഭവിച്ചു അത് പറഞ്ഞേ പറ്റൂ. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അച്ഛ പ്ലീസ്, സത്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അച്ഛാ, കാര്യങ്ങൾ കൊണ്ടുചെന്ന് പ്രശ്നത്തിലാക്കാതിരിക്കെ. നിങ്ങളോട് ആരെന്ത് പറഞ്ഞിട്ടാണ് എന്നെ കുറ്റവാളിയാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇന്നലെ എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നു. സുധാമണി ഭക്ഷണം തന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഗണേഷ് വന്നു. ഗണേശൻ ആശുപത്രി കൊണ്ടുപോകാമെന്നും പറഞ്ഞു, നിങ്ങളെ വിളിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. പിന്നീട് രാവിലെ 5 മണി വരെ ഗണേശൻ എന്റെ റൂമിലുണ്ടായിരുന്നു. എന്റെ നെഞ്ചു തടവി എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി ഒരു കൂട്ടായി ഗണേഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കള്ളം, പച്ച കള്ളം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നില്ലേ? ഞാൻ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലേ? ഇല്ലേ? സത്യം പറയണം. ബാലുമോനെ, അച്ഛൻ പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത്. നിന്റെ ഭാര്യയ്ക്ക് അത്യാവശ്യമായിട്ട് ചികിത്സ വേണം. നന്നായി. എനിക്ക് ഭ്രാന്താണെന്നല്ലേ? ഭ്രാന്ത് നിങ്ങൾക്കാ. ക്രിമിനലിനെ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. മതി, നിർത്ത്. ഇന്നലെ രാത്രി മുഴുവൻ ഗണേഷ് മാമൻ കൂടെ ഉണ്ടായിരുന്നല്ലേ അച്ഛൻ പറഞ്ഞത്? നമുക്ക് മാമനോട് ചോദിക്കാം. ഗണേഷ് മാമൻ തന്നെ പറയട്ടെ. കണ്ടോ, ഗണേഷ് മാമനോട് ചോദിക്കുന്ന പറഞ്ഞപ്പോ മുഖം വിളർന്നു. മമ്മി, മമ്മി എവിടെയാ? വീട്ടിലാ മോളെ. മോളെവിടെയാ? ഞാനും വീട്ടിലാ മമ്മി. ആഹാ, ഇന്ന് മോള് ഓഫീസിൽ പോയില്ലേ? ഇന്ന് ലീവ് പറയാന്ന് വെച്ചു. അതെന്താ മോളെ? വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ബാലു ലീവാണോ? ബാലു ലീവാണോന്ന് അറിയില്ല മമ്മി. ചിലപ്പോ ലീവായിരിക്കും. ബാലു ലീവാണോ എന്നുള്ളത് മോൾക്ക് അറിയില്ലേ? മമ്മി, നമ്മുടെ പപ്പാജി എന്ത് പറയുന്നു? ആ, പപ്പ അടുത്തുണ്ട്. മോളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ദേ കൊടുക്കാം. ഹലോ അപ്പു, എന്തു പറയുന്നടാ? പപ്പ, മോളെ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? നീ കരയാണോ? ഇല്ല പപ്പ, ഞാൻ ഹാപ്പിയാ. അളിയ, ആ ഫോണിൽ തന്നെ താ. അപ്പു, ഇത് സന്ദീപങ്കളാ. എന്ത് കാര്യമാ? ഒന്നും മറച്ചു വെക്കണ്ട, ഞങ്ങളോട് പറഞ്ഞാ മതി. ഞങ്ങളോട് അങ്ങോട്ട് വരാന്നേ. ഏയ്, ഒന്നുമില്ല അങ്കിളെ. പപ്പയോട് സംസാരിച്ചപ്പോ ഒരു വിഷമം വന്നു, അത്രേ ഉള്ളൂ. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. അപ്പു മോളെ, നീ ഇങ്ങോട്ട് വാ. 2 ദിവസം മോൾ ഇവിടെ നിന്നിട്ട് പോയാ മതി. ഞാൻ വരാം അച്ഛമ്മേ. കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ അച്ഛമ്മേ.
ആദർശ് ഇപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെ ആദർശിന്റെ വലുപ്പമാ കാണിക്കുന്നത്. സ്വയം സാധാരണക്കാരനായി കാണുക, അത് നല്ല മനുഷ്യരുടെ ലക്ഷണമാണ്. ഇയാളെ എവിടെയാ കണ്ടത്? നിങ്ങൾ എവിടെയോ ക്യാമ്പിന് പോകുന്ന കാര്യം മീനാക്ഷി പറഞ്ഞു. മീനാക്ഷിയുടെ അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ല. അയ്യോ അങ്കിളെ, വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ വരാവൂ. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അച്ഛനമ്മമാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാ നാട്ടിൽ നടക്കുന്നത്. എന്തായാലും മീനാക്ഷി അമ്മയുടെയും കൂടി അനുവാദത്തോടെ വന്നാ മതി. മീനാക്ഷി ആദർശിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇത്രയും പെർഫെക്റ്റ് ആയ ആളെന്ന് കരുതിയില്ല. ആദർശ് ഒരു നല്ല വ്യക്തിയാണ്, മിടുക്കൻ. മീനാക്ഷിയെ ക്യാബിനയക്കുന്ന കാര്യം 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ അവതരിപ്പിക്കും. എന്തായാലും എന്റെ അനുവാദം ഇപ്പോഴേ തന്നു കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. എന്നാ നമുക്ക് പോയാലോ മോളെ? ശരി അച്ഛാ. ബാലുവിന് പെട്ടെന്നൊരു അത്യാവശ്യം. ഇന്ന് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു സർ. ആഹാ, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ആളിതാ വന്നല്ലോ. രാവിലെ തന്നെ അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ബാലു, അപർണ വിളിച്ചത് ബാലു കേട്ടില്ലെന്നാ തോന്നുന്നത്. ഓക്കെ അപർണ. ഞാൻ ബാലുന്ന് വിളിച്ചത് ബാലു കേട്ടില്ലേ? ബാലു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇത് ഓഫീസാ. ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ, ഞാൻ പറയാം. ബാലു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. എന്റെ അടുത്ത് പോ. ബാലു, പോകാനാ പറഞ്ഞത്. വെള്ളം. സാഗര, നീ ഒന്ന് ഫോൺ എടുത്ത് ആ ഓട്ടോ വിളിക്ക്. ആശുപത്രി പോണ്ടി വരും. അച്ഛാ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. സ്വസ്ഥമായിട്ട് കുറച്ചു നേരം കിടന്നാൽ എല്ലാം ശരിയാവും. അത് മതി. മരുന്നെന്തെങ്കിലും ഉണ്ടോ? മരുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. എന്നെ ഓർത്ത് ആരും പേടിക്കണ്ട. എനിക്കൊന്നും സംഭവിക്കില്ല. ഈ കുടുംബത്തിലെ പല കാര്യങ്ങളും എനിക്ക് നേരിട്ട് കാണണം. അതിലൊക്കെ പങ്കെടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോകൂ. മോനെ സാഗരെ, ഇനി വന്നേ. എന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ പെട്ടെന്നൊന്നും പോവില്ല. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛാ പ്ലീസ് ഒന്ന് വെറുതെ ഇരിക്കും. അച്ഛാ, സാറേ മറികെ. എന്താ എന്താ അച്ഛാ? ഒന്നുമില്ല ഏട്ടാ, മോനെ. അച്ഛൻ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചുമച്ചു. നോക്കുമ്പോ ചോരയാ. ആശുപത്രി പോകാന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്താ അച്ഛാ? ഹേയ്, ഒന്നുമില്ല മോനെ, പേടിക്കണ്ട. എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. എന്റെ ഇപ്പോഴത്തെ പ്രയാസം അതൊന്നുമല്ല. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ബാലുവിന്റെയും അപർണയുടെയും ബെഡ്റൂം അല്ലേ ഇത്. ഞാനിവിടെ കയറി കിടക്കാന്ന് വെച്ചാ അത് മോശ. ഞാൻ എന്റെ റൂമിലേക്ക് പോകാൻ സുധേ.
എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട, ശരീരം അനക്കണ്ട, ഇവിടെ തന്നെ കിടന്നാ മതി. അല്ല മോനെ, അത് ശരിയല്ല. ഞാനിവിടെ കിടക്കുന്നതില് നിനക്ക് വിഷമം കാണില്ല. പക്ഷേ അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഞാൻ അങ്ങോട്ട് പോയേക്കാം മോനെ. അച്ഛ അതെ, ബാലുവേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറണ്ടെന്ന്. അച്ഛ ഒരിടത്തേക്കും പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കിട്ടാൻ ഞാൻ എന്ത് പുണ്യാണ് ചെയ്തത്. മോളെ മീനാക്ഷി, എന്താ അച്ഛാ? എന്താ മോളുടെ ക്യാമ്പ് തുടങ്ങുന്നേ? സുധേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മീനാക്ഷിയെ ആ ക്യാമ്പിന് അയക്കണം, പരിസ്ഥിതി ക്യാമ്പിന്. ആദർശനെ ഞാൻ പരിചയപ്പെട്ടു. നല്ല ചെറുപ്പക്കാരനാ ആദർശ്. മീനാക്ഷിയെ അതിന് പൊയ്ക്കോട്ടെ. ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ആശങ്ക വേണ്ട. അയ്യോ അച്ഛാ, നമുക്ക് ആശുപത്രി പോ. വേണ്ട വേണ്ട മോനെ, അതിരിക്കട്ടെ. അപർണ മോൾ എവിടെ?